അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയോട് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ കോടാലി സ്വദേശി നികേഷ്. തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നികേഷ് ഈ ഒരു ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈകൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകൾ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു. മുറിവേറ്റ ഈ ആനനെ മയക്കുവെടി വെച്ചപ്പോ അതിനൊരു സംരക്ഷണം എന്ന നിലയിൽ ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന അതിനെ താങ്ങി നിർത്തുന്നതും സഹജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിരുന്നു. അപ്പം അത് വളരെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവുള്ളൊരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ആനയുടെ കൂടി ഒരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ട്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അതൊരു ശില്പമാക്കി ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാകുന്ന ദൃശ്യം ശില്പമാക്കിയതിനു തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതിൽ നിന്നാണ് ഗജശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മോഹമുണ്ടായത്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5ഓളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.